ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വാഴക്കൂമ്പ് കട്ട്ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാഴക്കൂമ്പ് കട്ട്ലേറ്റ് വാഴപ്പഴത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാഴക്കൂമ്പും. ധാരാളം വൈറ്റമിൻസും ഇമ്മ്യൂണിറ്റിയും അടങ്ങിയതാണ് ഈ വാഴക്കൂമ്പ്. അതുപോലെ തന്നെ സാധാരണ മിക്കവരും പറയാറുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, കറക്റ്റ് ഷേപ്പ് വരുന്നില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടാതെ കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് എങ്ങനെ കട്ട്ലേറ്റ് വറുത്തെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. സാധാരണ എല്ലാവരും നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്, പനീർ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് വാഴക്കൂമ്പ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതും വീട്ടിലുണ്ടായത് വാഴക്കൂമ്പാണ്, നല്ല ഫ്രഷായ വാഴക്കൂമ്പ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ ഇത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക, ചെറുതായി അരിഞ്ഞെടുക്കുക. വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായി അരിഞ്ഞ് അതിനുശേഷം നല്ലോണം കഴുകി അതിൻ്റെ നാരൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അടുത്തതായിട്ടൊരു മീഡിയം സൈസിൽ 5 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു കടായി എടുക്കുക. കടായി ഒന്ന് ചൂടായതിനു ശേഷം പാകത്തിന് ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ആഡ് ചെയ്യുക, വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് തുടങ്ങാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഗരം മസാല ആഡ് ചെയ്യുക, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൂമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് ആദ്യം ഇട്ടായിരുന്നു, അതിനനുസരിച്ച് നോക്കി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. വാഴക്കൂമ്പ് ഏകദേശം വെന്തതിന് ശേഷം നമ്മുടെ വേവിച്ചിരുന്ന പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കണം. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വെള്ളം വറ്റിക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് റസ്ക് പൊടി, റൊട്ടിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റസ്ക് പൊടിച്ചതാണിത്, അല്ലാതെ തന്നെ നിങ്ങൾക്ക് റൊട്ടിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ റസ്ക് പൊടിച്ചെടുക്കുക.
നമ്മുടെ മസാല, കട്ട്ലേറ്റിനുള്ള മസാല നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു പിടി റൊട്ടിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ റിസ്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് വറുക്കാനായിട്ട് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടത്തില്ല. അതിനുശേഷം ഇതുപോലെ ബോൾസുകളാക്കി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. നമ്മളിപ്പോൾ പരിപ്പ് വടയൊക്കെ ചെയ്തില്ല, അതുപോലെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അതുപോലെ തന്നെ എല്ലാം ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇനി വറുക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റസ്ക് പൊടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കുക. നല്ല 2 സൈഡിലും നല്ലോണം റസ്ക് പൊടിയാക്കുക. അതിന് ശേഷം നമ്മുടെ കോൺഫ്ലവറിൻ്റെ വെള്ളം ആക്കി വെച്ചില്ല, അതിലോട്ടൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും റസ്ക് പൊടിയിലോട്ട് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു തവി, നമ്മൾ വറുക്കണ തവിയില്ലേ, അതിലോട്ട് വെക്കുക. എന്നിട്ട് അത് എണ്ണയിലോട്ട് അതുപോലെ മുക്കി പിടിക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടാതെ നമുക്ക് കിട്ടും. അതുപോലെ ഓരോന്നായിട്ട് ചെയ്യേണ്ടി വരും. വലുതാണെങ്കിൽ, തവി വലുതാണെങ്കിൽ നമുക്ക് 2 or 3 വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്ത് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. നല്ലൊരു കളർ ചേഞ്ച് ആവുന്നോടം വരെ ഇങ്ങനെ വെച്ചാൽ മതി. നല്ലോണം വറുത്ത് കിട്ടും നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. അടുത്തായിട്ട് അത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്ത് നമുക്ക് മുക്കിയെടുക്കാം. റസ്കിൽ ഡിപ്പ് ചെയ്ത് അതുപോലെ കോൺഫ്ലവർ മുക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് അല്ലാതെ തവിയിലോട്ട് അങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2 or 3 ആയിട്ട് ഒരുമിച്ചിട്ടും നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതുപോലെയുള്ളതും കൂടി ഒരെണ്ണം നോക്കാം. ഇപ്പോൾ 3 എണ്ണം ഒരുമിച്ചിടുവാണ്. അല്ല, തവിയിൽ വെക്കാതെ തന്നെ ഇങ്ങനെ ചുമ്മാ നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ തന്നെ വറുക്കുക. രണ്ട് സൈഡും നല്ലോണം മറിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഉണ്ടോ, ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, കാരണം നമ്മൾ 2 വട്ടം റസ്ക് പൊടി മുക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു തിക്നെസ്സിലും നല്ല ടേസ്റ്റിലും നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ, താങ്ക് യു.